അയ്യോ തണല് വേണ്ട, എന്ത് രസം, സുഖം. ഇതൊക്കെ മനുഷ്യന്മാർ നടക്കുന്ന വഴി തന്നെയാണ്. എന്താ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മുടെ മൂകാംബിക ട്രിപ്പിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ 1:30 ആയപ്പോൾ, അതായത് ഏർലി മോർണിംഗിൽ 1:30 ആയപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ടാക്സി പിടിച്ച് നമ്മുടെ സ്റ്റേയിലെത്തി. സ്റ്റേയിൽ നിന്ന് രാവിലെ തന്നെ നമ്മൾ പോയി അമ്പലത്തിൽ കയറി ദർശനമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുടജാദ്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 9 മണിക്കോ മറ്റുമാണ് ഇവർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിപ്പ്. അപ്പോൾ അവിടുത്തെ ജീപ്പ് സ്റ്റാൻഡിലെത്തി നമ്മളവിടെ കാത്തിരുന്നു. കാരണം 7-8 പേര് എത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 2 പേരേ ഉള്ളായിരുന്നു. അങ്ങനെ ബാക്കി കുറച്ച് ആളുകളെ വന്നതിന് ശേഷം നമ്മളൊരു ജീപ്പിൽ കയറി നമ്മൾ യാത്ര തുടർന്നു. മൂകാംബികയിൽ നിന്നും ഏകദേശം 37ഓളം കിലോമീറ്റർ ഉണ്ട് കുടജാദ്രിക്ക്, ഇൻക്ലൂഡിങ് ഓഫ് റോഡ്സ്. ഞാൻ ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും അവർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് ഇത്രയും ഭയാനകമായിരിക്കുമെന്ന് അറിഞ്ഞതേ ഇല്ല. കാരണം കൊണ്ടുവന്ന് കുഴിയിലിടുകയാണോ, കല്ലിൻ്റെ പുറത്തൂടെ പോവുകയാണോ, മൊത്തത്തിൽ നല്ല അലച്ചതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ വന്നൊരു ചേച്ചിക്ക് വാള് വെക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഒതുക്കി. നിർത്തിയ സ്ഥലം നല്ലൊരു ചെക്ക് പോയിന്റ് പോലൊരു സ്ഥലമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡ് തന്നെയായിരുന്നു. പിന്നീട് വീണ്ടും ഈ മല കയറി തുടങ്ങി. അപ്പോഴും സെയിം അവസ്ഥയായിരുന്നു. പിന്നെ ഫോൺ നമ്മുടെ കയ്യിലിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല റോഡിൻ്റെ ആയാലും. കാരണം നമ്മൾ പിടിച്ച് അല്ലാണ്ട് നമുക്ക് ആ വണ്ടിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. പോയിട്ടുള്ളവർക്കാണെങ്കിൽ നേരത്തെ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ താഴെ കുടജാദ്രി അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഡ്രൈവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇത്ര സമയം 1.5 മണിക്കൂർ എന്തോ ആണ് നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളത്. അതുവരെ അവിടെ വെയിറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് മല കയറാൻ തുടങ്ങി. നടക്കാനുണ്ട്. അയ്യോ അയ്യോ അയ്യ അയ്യേ, എന്തത്തില ഓടുന്നേ? പടക്കുതിര. ഓക്കെ, ഇവിടുന്നാണെന്ന് തോന്നുന്നു കേട്ടം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കയറിപ്പോകുന്ന വഴികളൊക്കെ നോക്കിയേ, എങ്ങനെയാണോ കിടക്കുന്നത്, അതായത് എങ്ങനെയായിരുന്നോ കിടന്നിരുന്നത് അതേ കണക്കിനാണ് ഇപ്പോഴും കിടക്കുന്നത്. അതിനകത്തൊരു ചേഞ്ചസ് ഇവർ കൊണ്ടുവന്നിട്ടില്ല. അതാണ് കൊണ്ടുവരാണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. ഇതെന്തോ ചെക്ക് പോയിന്റ് ആണോ? അവിടുന്ന് കുത്തനെയുള്ള കയറ്റം കയറി അതിൻ്റെ മേലുള്ള കാളിക്കുന്നുണ്ടോ? പയ്യെ വീണുന്നു. എന്തോ സൂമാവത്തെ. അപ്പം ഇവിടെ നിന്ന് കുറച്ചൊരു ചെറിയ റിലാക്സേഷൻ സ്പോട്ട് വരെ ഉണ്ട്. ഇവിടുന്ന് ഇനി വീണ്ടും മുന്നോട്ട് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ സൈഡിൽ കൂടെ റോഡ് കിടക്കുന്നു, വഴി കിടക്കുന്നത് ആളുകൾ പോകുന്ന കാണാം. അപ്പം അങ്ങോട്ട് അതിലേക്കൂടെ കാണാൻ ചെന്ന് എനിക്ക് അപ്പുറം കയറിയുമ്പോൾ അടുത്ത മല കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. വയ്യ, കുഴഞ്ഞു. ഇതൊക്കെ മനുഷ്യന്മാർ നടക്കുന്ന വഴി തന്നെയാണോ? എന്താ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്നത് പുറത്തായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന് നടന്ന് ഇനിയും മുകളിലോട്ട് ചെല്ലാം. എന്തായാലും വന്നേടെ. അയ്യോ തണല് വേണ്ട, എന്ത് രസം, സുഖം, നല്ല തണുപ്പ്.
അച്ഛനും അമ്മയൊക്കെ ലാസ്റ്റ് പോയ സമയത്ത് എനിക്കൊന്ന് മൺസൂൺ സമയം എന്തോ ആയിരുന്നു. അവർ പറയുന്നത് കേൾക്കായിരുന്നു കോടയും ഫുള്ള് പച്ചപ്പും നല്ല തണുപ്പും ഒക്കെ ആയിരുന്നത്. ഞാനൊക്കെ വന്നിട്ട് ചുട്ടുപഴുത്ത വെയിലത്തൂടെയൊക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ളും മണ്ണും പൊടിയും. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ചെരുപ്പില്ലാണ്ട് കിടക്കുന്നത്. ചെരുപ്പ് നമ്മളെ വണ്ടിയിലുണ്ടായിരുന്ന പയ്യനാണ്. അപ്പം ചെരുപ്പ് അവിടെ വെച്ച് എടുക്കാൻ മറന്നു, ഈ റൂമിൽ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതും വെച്ചുകൊണ്ട് അവൻ നടക്കുന്നത്. അയ്യോ കൊക്ക. ചരല കേട്ടോ, നിൽക്കുന്നവർ സൂക്ഷിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ നേരെ താഴെ പോവാം. നമ്മൾ ഇപ്പോൾ ഏകദേശം ഈ സർവജ്ഞ പീഠം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 4400 അടി ഉയരത്തിലുള്ള സ്ഥലമാണ്. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അച്ഛൻ എനിക്ക് ഇവിടുത്തെ ഓരോ സ്റ്റോറികളും എങ്ങനെ ശങ്കരാചാര്യർ ഇവിടെ വന്നിരുന്ന കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് മക്കളെ ഞാൻ ആ കാഴ്ച കണ്ടത്. നമ്മൾ ഇത്രയും നടന്ന് കാണാനായിട്ട് എത്തിയ സ്ഥലം ദേ അവിടെ ഞാൻ കണ്ട്. നമ്മൾ വിജയിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളവിടെ എത്തി. അറ്റ് ലാസ്റ്റ് നമ്മളായ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. എനർജി ഇല്ലാത്ത പോലെ ആണ് ഞാൻ സംസാരിക്കുന്നതെന്നൊന്നും തോന്നരുത്, കാരണം എനർജി ഇല്ല. എന്നാലും ആ പൊക്കം കണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ, അല്ലെങ്കിൽ അത്രയും ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതും ആ വഴികൾ, ആ വണ്ടി വന്നത്, അതെല്ലാം ഇവിടെ എത്തുമ്പോൾ നമുക്കത് വർത്താവും. സർവജ്ഞപീഠം ചെറുത്. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങും കേട്ടോ. കഴിഞ്ഞ് ഇവിടുത്തെ അധ്യായം. ഇനി പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ കയറാം. എല്ലാവരും എന്താണ് കാണിക്കുന്നത്? നമ്മളവിടെ എത്തി. അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി എന്ന് കരുതരുത് ഗൈസ്. കാരണം ഞാൻ അവിടെ സർവജ്ഞപീഠത്തിൽ എത്തിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വരുന്നതിന് മുന്നേ വന്ന ട്രിപ്പിലുള്ള ആൾക്കാരായിരുന്നു. അതിനുശേഷം നമ്മൾ എത്തിയപ്പോഴേക്ക് അവർ ഇറങ്ങി, അവർക്കുള്ള സമയമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മളവിടെ ഇരുന്നു. ഏകദേശം നമുക്ക് കുറച്ചധികം സമയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളവിടെ കുറേ നേരം ഇരുന്നു. അതിൻ്റെ അകത്ത് നല്ല തണുപ്പാടെ. ഞാൻ അവിടെ കയറി ഇരുന്ന് കുറച്ച് നേരം നമ്മൾ കണ്ണടച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിപ്പോയി. ആ രീതിയിലൊരു മൈൻഡ് ഫ്രഷ്നെസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് മേഘാവൃതമായിട്ട് കുറച്ച് നമുക്ക് തണലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗ്യമായിരുന്നു. പിന്നീട് ഞാൻ ഫോൺ എടുത്തില്ല, ഫോണിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. താഴെ നമുക്കൊരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് വന്ന് കാലി മുക്കിയപ്പോൾ കിട്ടിയൊരു സുഖമുണ്ടല്ലോ, നല്ല തണുത്ത വെള്ളം. നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നടക്കുക. ഇവിടെ ജാത്രയ്ക്ക് കയറി നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്ന് കുളത്തിൽ ജസ്റ്റ് കാലയ്ക്ക് ഒന്ന് കഴുകി ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നടക്കുക. വണ്ടിയോടെ വെയിറ്റ് ചെയ്യാം, കയറട്ടെ. വന്ന അതേ വഴിയായിരുന്നു, അതേ കോലമായിരുന്നു, അതേ രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് തന്നെയാണ് എത്തിയത്. അവിടെ അന്നദാനമുണ്ട്. അപ്പം അതായിരുന്നു നമ്മുടെ ഫുഡിൻ്റെ മെയിൻ ലക്ഷ്യം. മറ്റേ തീയതി ഞങ്ങൾ മറ്റേ അവിടെ പോയിട്ട് വന്നേ, ജീപ്പിനകത്ത് ഇവിടെ അങ്ങ് ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ടയർഡായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ടയർഡാണ്. അപ്പോൾ ഫുഡ് ഇവിടെ നമുക്കിവിടെ അന്നദാനമുണ്ട് ആ മൂകാംബികയിൽ അമ്പലത്തിൽ ഇത് തന്നെ. അപ്പോൾ അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ച്. തീർന്നു കഴിഞ്ഞാൽ അവിടെ കയറി കഴിക്കാം, തീർന്നു കഴിഞ്ഞാൽ കടയിൽ കയറി കഴിക്കാം. നമ്മൾ അന്നദാനത്തിന് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ചോറും ഈ ഒരു രസം പോലത്തെ കറിയും മാത്രമേ ഉള്ളൂ. ചോറെന്ന് പറയുമ്പോൾ നമ്മുടെ പച്ചരി ചോറ് അറിയാലോ. എനിക്ക് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ശീലമായതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കറിയായിട്ട് കഴിക്കാൻ നല്ല ചൂടായിരുന്നു സംഭവം. അങ്ങനെ പായസം ഉണ്ടായിരുന്നു. പായസം തീർന്നെന്നാണ് നമുക്ക് കരുതിയത്. പക്ഷേ അവസാനം നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് പായസം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്.
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ അമ്പലത്തിൻ്റെ സൈഡിൽ ഞാൻ കിടന്നൊന്ന് മയങ്ങിപ്പോയി. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി ജഗദംബികയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജഗദംബിക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ആണ്. അവിടെയാണ് നമ്മൾ ബാഗ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ റൂമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് റൂം കിട്ടിയോ, നമ്മുടെ യാത്രയൊക്കെ എന്തായെന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.